ഈ ചെമ്മാട് പട്ടണത്തിലാണ് ഹജൂർ കച്ചേരി എന്ന് പറയുന്ന മാപ്പിള പോരാളികളെ വിചാരണക്ക് വിധേയമാക്കാനും തടവറയിലടക്കാനും വേണ്ടി ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചിരുന്ന ഹജൂർ കച്ചേരി ഉള്ളത്. ഞാനീ നിൽക്കുന്നതിൻ്റെ അഭിമുഖമായി കൊണ്ടാണ് മമ്പുറത്തെ പള്ളിയുള്ളത്, തിരൂരങ്ങാടിയിലെ ആലി മുസ്ലിയാരുടെ മസ്ജിദ് ഉള്ളത്. നമ്മൾ ഈ സമ്മേളനം കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്താണ് 100 വർഷങ്ങൾക്കപ്പുറം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഈ നാട്ടിലെ നമ്മുടെ പൂർവികന്മാർ നെഞ്ചു വിരിച്ച് പടപൊരുതിയത്. ഒരു ചരിത്രത്തെ ഓർക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തിനാണ് ഓർക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ 921 ഓർക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ വല്യുപ്പമാരുടെ വീരകഥകൾ പറഞ്ഞ് ചമ്രം പടിഞ്ഞിരിക്കാനല്ല. അതൊരു ചോദ്യത്തിൻ്റെ അന്വേഷണമാണ്. ഒരർത്ഥത്തിൽ ബഹുമാന്യനായ നഹാസ് മാള സാഹിബ് അത് ജവാബെ ഷിക്വയിലെ ഒരു വരിയിൽ അത് വന്നു, മഗർ തും കോൻ ഹേ, നിങ്ങൾ ആരാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിൽ നിന്നാണ് SIO അതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരാണ് എന്ന ഈ ചോദ്യത്തെ ചോദിക്കുന്നതിൻ്റെ സാഹചര്യവും വളരെ പ്രധാനമാണ്. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആസാമിലെ ഒരു സാധുവായ മുസ്ലിം, അയാളെ ഇന്ത്യയുടെ പോലീസ് സംവിധാനം അടിച്ചുകൊന്ന് അയാളുടെ നെഞ്ചത്ത് നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് SIO ഞങ്ങൾ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആരാണ്? ത്രിപുരയിലെ മുസ്ലിമിൻ്റെ നെഞ്ചകം അടിച്ചു പൊളിക്കുകയും തലയോട് തല്ലിപ്പൊളിക്കുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ഹിന്ദുത്വ ഫാഷിസം അതിൻ്റെ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ജനതയോട് ചോദിക്കുന്നത്, നിങ്ങളാരാണ് എന്ന ചോദ്യത്തിൻ്റെ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ 100 വർഷങ്ങൾക്കപ്പുറമല്ല, നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. ഈ അടുത്ത് റമീസ് മുഹമ്മദിൻ്റെ പുസ്തകം പ്രകാശനമായപ്പോൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു, ഞങ്ങൾക്ക് ആ ഫോട്ടോ കണ്ട സന്ദർഭത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എന്തിനാണ് ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത്? എന്തിനാണ്? നിങ്ങളുടെ കൽബ് ഒരു നിമിഷമെങ്കിലും പെടച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നിങ്ങൾ നിങ്ങളുടെ സുൽത്താനെ തിരിച്ചറിയുകയാണ്. ഒരു കൊളോണിയലിസം 100 വർഷം നിങ്ങളിൽ നിന്ന് മാറ്റിവെച്ച ഒരു സുൽത്താനെ നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ആ സുൽത്താനെ കണ്ട തിളക്കത്തിലാണ് ഒരർത്ഥത്തിൽ നിങ്ങളുടെ കണ്ണുനീരുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സുൽത്താനെ തിരിച്ചു പിടിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സുൽത്താനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളാരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളാരാണെന്ന് തിരിച്ചറിയുന്ന സന്ദർഭത്തിലാണ് നാളെയുടെ അജണ്ടകൾ നിങ്ങൾക്ക് രൂപപ്പെടുന്നത്. മഹാനായ മാൽക്കം എക്സ് ബ്ലാക്സിനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, നിങ്ങളുടെ വിപ്ലവത്തിൻ്റെ 1ാമത്തെ പടി എന്ന് പറയുന്നത് നിങ്ങളാരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന സന്ദർഭമാണ്. നിങ്ങളാരാണ്? ഞങ്ങളുടെ വൃക്ഷമെന്ന് പറയുന്നത് വേരുകൾക്കുറപ്പില്ലാത്ത, അടിവേരിനുറപ്പില്ലാത്ത, എപ്പോഴും മറിഞ്ഞു വീഴാകുന്ന ഒരു വൃക്ഷമല്ല. ഞങ്ങളുടെ വൃക്ഷമെന്ന് പറയുന്നത്, ഞങ്ങളുടെ വേരുകൾ ഈ മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് പടർന്നു നിൽക്കുന്ന ഉജ്ജ്വലമായ ഒരു വൃക്ഷമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങളുടെ നാളെയുടെ അജണ്ടകൾ നിങ്ങളുടെ മുന്നിൽ സ്പഷ്ടമാവുക എന്നാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ജനതയോടും ഈ തലമുറയോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൗലാന മൗദൂദി പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ മൂസായുടെ വടിയും പിടിച്ചുകൊണ്ട് ഫറോവയുടെ വ്യാജമായ പാമ്പുകൾക്ക് മുമ്പിൽ സ്തംഭിച്ചു നിൽക്കേണ്ടവനല്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിന് മുമ്പിൽ ഇബ്രാഹീമിൻ്റെ വിശ്വാസവും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്തംഭിച്ചു നിൽക്കേണ്ടവരല്ല. നിങ്ങൾ ആരാണ്? ഖുറൈശി പടക്ക് മുമ്പിൽ ബദറിൽ പോയി സ്തംഭിച്ചു നിൽക്കേണ്ടവരല്ല.
നിങ്ങളുടെ കയ്യിലുള്ള മൂസായുടെ വടി പ്രയോഗിക്കുന്നിടത്താണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ നിർണയിക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ഞങ്ങൾ ചിലതൊക്കെയാണ് എന്ന് ഈ ജനതയോട് തിരിച്ചു പറയാനുള്ള ആത്മാഭിമാനത്തെ, ഇസ്സത്തിനെ നിങ്ങൾ തിരിച്ചു പിടിക്കുമ്പോഴാണ്, അവിടെയാണ് നിങ്ങളുടെ 21 ഇസ്സത്താകുന്നത്. അവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 21 കുറിച്ച് പറയാൻ പറ്റും അത് ദേശീയവാദത്തിൻ്റെ പട്ടികയിലേക്ക് എഴുതി ചേർത്തോളൂന്ന്. അവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അതേതോ ഒരു കർഷക സമരമായിരുന്നു എന്ന്. അത് അവിടെ നിങ്ങൾക്ക് 21 ഇസ്സത്ത് കാണാനുള്ള ഒരു ശേഷിയിലേക്ക് നിങ്ങൾക്ക് എത്തിയിട്ടില്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിൻ്റെ ഒരു അല്പത്തരം. 921 മലബാർ സമരം ദേശീയതയുടെ പട്ടികയിലേക്ക് എഴുതിക്കോളൂ എന്നാണ് ചിലർ പറയുന്നത്. 921 മലബാർ സമരത്തിൽ ഈ തൂക്കിയിട്ടിരിക്കുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഏതോ ഒരു മൂലയിരുന്ന് കണ്ട് കഥാപ്രസംഗം നടത്തിയ ആളല്ല. 921 വിപ്ലവത്തെ നയിച്ച വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടനിലേക്ക് കത്തയക്കുന്നുണ്ട്, അമേരിക്കയിലേക്ക് കത്തയക്കുന്നുണ്ട്, ഹിന്ദു പത്രത്തിലേക്ക് കത്തയക്കുന്നുണ്ട്. ഒരു വിപ്ലവത്തിൻ്റെ ആചാര്യനെ, ഒരു കോസ്മോപൊളിറ്റനായ ഒരു അന്തരീക്ഷത്തെ, ജാതിക്കെതിരെ സംസാരിച്ച സവർണ വിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തെ പറയാണ് നിങ്ങൾ ദേശീയതയുടെ ആ പട്ടികയുടെ അടിയിലെങ്ങാനും എഴുതി വെച്ചോളൂ എന്ന്. അത് നിങ്ങളുടെ തകരാറ് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, 21 തിരിച്ചറിയൽ തന്നെ ഒരു ഇസ്സത്താണ്. 21 മാത്രമല്ല ഇസ്സത്ത്, 21 തിരിച്ചറിയുന്നത് പോലും ഒരു ഇസ്സത്താണ് എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തികഞ്ഞു പോകുമ്പോൾ 1498 മെയ് 10 എന്ന് പറയുന്ന ഒരു തീയതി വളരെ പ്രധാനമാണ്. 1498 മെയ് 10 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയത്. വാസ്കോഡഗാമ കപ്പലിറങ്ങിയത് കേവലമായ ഒരു വ്യാപാര ബന്ധം മാത്രമായിരുന്നില്ല. കൊളോണിയലിസം എന്ന് പറയുന്നത് ഇന്നാട്ടിലെ കുരുമുളകും മേലവും കൊണ്ടുപോകാനുള്ള ഒരു വ്യാപാര പദ്ധതി മാത്രമായിരുന്നില്ല. കൊളോണിയലിസം എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ചിന്താ പദ്ധതിയെ ലോകത്തിൻ്റെ മറുഭാഗങ്ങളിൽ സ്ഥാപിച്ചെടുക്കാനുള്ള യൂറോപ്പിലെ ചർച്ചിൻ്റെയും യൂറോപ്പിലെ രാജ്യങ്ങളുടെയും പദ്ധതിയായിരുന്നു. കൊളംബസ് എന്താണ് എഴുതിയത്? കൊളംബസ് എഴുതിയത് ഞാൻ അമേരിക്കയിലേക്ക് പോയത് എന്നെ ചർച്ച ഏൽപ്പിച്ച മിഷനാണ്. വൈറ്റ് ക്രിസ്ത്യാനിറ്റി ഏൽപ്പിച്ച മിഷനെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സ്ഥാപിക്കാൻ വേണ്ടി ചർച്ച് നിയോഗിച്ചയാളാണ് ഞാൻ. വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വന്ന് കപ്പലിറങ്ങുന്നത് കേവലമായ കുരുമുളകിൻ്റെ മണമടിച്ചതുകൊണ്ട് മാത്രമല്ല. വാസ്കോഡഗാമ കപ്പലിറങ്ങുന്നത് യൂറോപ്പിൻ്റെ നവോത്ഥാനത്തിലൂടെ ഉണ്ടാകുന്ന ചിന്തയെ, സംസ്കാരത്തെ, വിജ്ഞാനത്തെ സ്ഥാപിച്ചെടുക്കാൻ കൂടിയാണ്. മുസ്ലിം പണ്ഡിതന്മാർ കൊളോണിയലിസത്തിനെതിരെ ചോര കൊണ്ട് ചിറകെട്ടി ചെറുത്തു നിന്നത് അതൊരു വൈജ്ഞാനികവും സാംസ്കാരികവും ചിന്താപരവുമായ യൂറോപ്പിൻ്റെ പദ്ധതിക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കുരിശുയുദ്ധത്തിലൂടെ ആരംഭിക്കുന്ന യൂറോപ്പിന് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗത്തോടുള്ള, ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആദർശത്തോടുള്ള കാലങ്ങളായി അവരുടെ മനസ്സിൽ അങ്കുരിപ്പിച്ചു നിൽക്കുന്ന ഒരു വംശീയതയെ, ഒരു അതറൈസേഷനെ ലോകത്തിൽ അവർ സ്ഥാപിച്ചെടുക്കുന്നതിൻ്റെ ചരിത്രപരമായ പ്രക്രിയയാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. ആ കൊളോണിയലിസത്തിലൂടെയാണ് 1498 ആ മിഷന്റെ ഭാഗമായിട്ടാണ് വാസ്കോഡഗാമ കോഴിക്കോട് എത്തുന്നത്. 1498 വാസ്കോഡഗാമ കോഴിക്കോട് എത്തിയതിന് ശേഷം 1400കളിൽ കുഞ്ഞാലി മരക്കാറും സാമൂതിരിയും കൂടി സഖ്യം ചേർന്നുകൊണ്ട് വാസ്കോഡഗാമയെ കോഴിക്കോട് കാപ്പിയിൽ എഴുതിക്കൊണ്ട് കൊച്ചിയിലെ വ്യാപാരിയായിരുന്ന കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ആ നാവിക പോരാളി കൊച്ചിയിൽ നിന്ന് കോഴിക്കോടെത്തിക്കൊണ്ട് സാമൂതിരിക്ക് കീഴിൽ പടപൊരുതുന്നത് പൊന്നാനിയിലെ തഹരീർ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ആഹ്വാനം അനുസരിച്ചാണ്. എന്തിനാണ് കൊച്ചിയിലെ വ്യാപാരിയായ കുഞ്ഞാലി മരക്കാർ തഹരീർ വായിച്ച് സാമൂതിരിക്ക് വേണ്ടി പടപൊരുതാൻ വരുന്നത്? യൂറോപ്പിൻ്റെ ചിന്താപരവും വൈജ്ഞാനികവും രാഷ്ട്രീയപരവുമായ പദ്ധതിക്കെതിരെ തങ്ങളുടെ ചിന്ത കൊണ്ടും ആയുധം കൊണ്ടും ശരീരം കൊണ്ടും ചോര കൊണ്ടും ചിറകെട്ടി ചെറുത്തു നിൽക്കാൻ തീരുമാനിപ്പിച്ചുറപ്പിച്ച ഒരു ഉലമ, അങ്ങനെയുള്ള ഒരു പാരമ്പര്യം കൂടി കേരളത്തിൽ, ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്.
അങ്ങനെ സാമൂതിരിക്ക് കീഴിൽ കുഞ്ഞാലിമരക്കാർ ധീരമായിട്ട് പൊരുതുകയാണ്. 1600-കളിൽ ഉജ്ജ്വലമായ പോരാട്ടം നടക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ സാമൂതിരി പോലും അന്നത്തെ പോർച്ചുഗീസുകാരുടെ കീഴിലേക്ക്, പോർച്ചുഗീസുകാരുടെ ഭാഗത്തേക്ക് മാറുന്ന സന്ദർഭത്തിലും കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്ന ആ പോരാളികൾ ഒരു ഘട്ടത്തിൽ പോലും ആ പോരാളികളുടെ തലമുറകൾ, അവരുടെ പരമ്പര ഒരിക്കലും പോർച്ചുഗീസിന് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. തങ്ങളുടെ രാജാവായിരുന്ന സാമൂതിരി പോലും മറുഭാഗത്തേക്ക് മാറുന്ന സന്ദർഭത്തിൽ പോലും തങ്ങളുടെ ആദർശത്തിന്റെ പേരിൽ അടിയുറച്ച പാതയിൽ നിന്ന് കുഞ്ഞാലിമരക്കാർ ഒരു ഘട്ടത്തിലും മാറുന്നില്ല. അവസാന ഘട്ടത്തിൽ കുഞ്ഞാലിമരക്കാർ ഒറ്റുകൊടുക്കുന്നത് സാമൂതിരി തന്നെയാണ്. സാമൂതിരിയുടെ ഒറ്റുകൊടുക്കലിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞാലിമരക്കാർ പോർച്ചുഗീസ് സൈന്യം അദ്ദേഹത്തെ ഗോവയിലേക്ക് കൊണ്ടുപോയി തൂക്കിലേറ്റി അദ്ദേഹത്തിന്റെ തലയെറുത്ത് ആ തല ഉപ്പിലിട്ട് കണ്ണൂർ പട്ടണത്തിന്റെ നടുവിൽ കുന്തത്തിൽ സ്ഥാപിക്കുന്ന അവസാനത്തെ നിമിഷം വരെയും കുഞ്ഞാലിമരക്കാർ പോർച്ചുഗീസ് അധിനിവേശത്തിന് മുമ്പിൽ മുട്ടുമടക്കാതിരുന്നത് യൂറോപ്പിന്റെ ചിന്തക്ക് മുമ്പിൽ, യൂറോപ്പിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ അജണ്ടക്ക് മുമ്പിൽ ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ മസ്തിഷ്കവും ഞങ്ങളുടെ മാംസവും അടിയറവ് വെക്കാൻ ഞങ്ങൾക്ക് സന്നദ്ധമല്ല എന്നൊരു പ്രഖ്യാപനം കൂടിയാണ്. 1600-കളിൽ അങ്ങനെ പോർച്ചുഗീസുകാർ വരുന്നു, ഡച്ചുകാർ വരുന്നു, ഫ്രഞ്ചുകാർ വരുന്നു. അവിടെയൊന്നും ഈ നാട്ടിലെ, കേരളത്തിലെ, മലബാറിലെ മുസ്ലിം ജനത അതിനോട് രാജിയാവാതെ, സന്ധിയാകാതെ തങ്ങളാലാകുന്നത് പോലെ പ്രതിരോധിക്കുന്നുണ്ട്. ഞങ്ങളുടെ തല എന്ന് പറയുന്നത് ലോകങ്ങളുടെ തമ്പുരാനായ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലേർപ്പെടുന്ന തലയാണ്. ഞങ്ങളുടെ ഈ തല ഏതെങ്കിലും അധിനിവേശ ശക്തിക്ക് മുമ്പിൽ, രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് മുമ്പിൽ അങ്ങനെ വണങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അത് പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം കുനിക്കുന്ന തലയാണ്. ഞങ്ങളുടെ നാവ് അത് ലോകങ്ങളുടെ കാരുണ്യമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലുന്ന നാവാണ്. അതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് മുമ്പിൽ ഞങ്ങൾ സ്തുതിഗീതം പാടാൻ സന്നദ്ധരല്ല എന്ന പ്രഖ്യാപനമാണ്. ഞങ്ങളുടെ നെഞ്ച് അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് ഞങ്ങൾ നിറക്കുകയും അതുകൊണ്ട് മനോഹരമാക്കുകയും അതുകൊണ്ട് അലങ്കരിക്കുകയും അതുകൊണ്ട് നവീകരിക്കുകയും അതുകൊണ്ട് അജണ്ടകൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. ഞങ്ങൾ ഏതെങ്കിലും സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിന്റെ അജണ്ടക്ക് മുമ്പിൽ കീഴൊതുങ്ങി നിൽക്കാൻ സന്നദ്ധരല്ല എന്ന പ്രഖ്യാപനമാണ് ഒരു ഘട്ടത്തിലും അന്ന് അധിനിവേശത്തിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാൻ മുസ്ലിം ജനസാമാന്യത്തിന് സാധിക്കാതിരുന്നത് എന്ന ചരിത്ര പാഠത്തെക്കുറിച്ചാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അധിനിവേശത്തിന്റെ ഭാഗമായി നിന്ന് നിങ്ങൾക്കൊന്നും കൊച്ചി രാജാവിൻ്റെ ഇന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ആ കൊട്ടാരത്തിൽ പോയാൽ കാണാം. അവിടെ കൊച്ചി രാജാവിൻ്റെ മഹത്വമായി കൊണ്ട് എഴുതി വെച്ചത് തന്നെ അധിനിവേശ ശക്തിയുടെ കൂടെ നിന്ന് പ്രാദേശികമായി എതിർ രാജവംശങ്ങളോട് യുദ്ധം ചെയ്തു എന്നാണ്. ഞങ്ങളുടെ അംഗീകാരം തന്നെ, ഞങ്ങളുടെ അഭിമാനം തന്നെ അധിനിവേശ യൂറോപ്യൻ ശക്തിയുടെ മുമ്പിൽ കൂടെ നിൽക്കലാണെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളുടെ അഭിമാനം തന്നെ അധിനിവേശത്തിന് എതിരെ നിൽക്കലാണ് എന്ന് തീരുമാനിച്ചവരായിരുന്നു ഈ നാട്ടിലെ മുസ്ലിം ജനസാമാന്യം എന്ന തിരിച്ചറിവിലാണ് ഒരു ഇസ്സത്തിനെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് ഈ കേരളത്തിൽ 1766-ൽ മറ്റൊരു നവോത്ഥാനത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സന്ദേശവുമായി കൊണ്ട് മൈസൂരിൽ നിന്ന് ഹൈദരാലി എത്തുകയാണ്. ഇന്ന് SFI-കാരൻ കോളേജിന്റെ മുമ്പിൽ തുണി അഴിച്ചിട്ട ചിത്രം വെക്കുമ്പോൾ SFI-കാരനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ തുണി അഴിപ്പിച്ച് നിർത്തിയത് സവർണ ജാതീയതയാണോ? ഈ നാട്ടിൽ തുണി ഉടുപ്പിച്ചതാണ് ഈ നാടിന്റെ പാരമ്പര്യമെന്ന് SFI-കാരനോട് ഞങ്ങൾ പറയുന്നത് ഹൈദരാലിയുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ്. ഹൈദരാലിയാണ് ഈ നാട്ടിൽ പൊതുവായ റോഡുകൾ സ്ഥാപിക്കുന്നു, ഈ നാട്ടിൽ പൊതുവായ സദ്യകൾ ഉണ്ടാക്കുന്നു. ഹൈദരാലിക്ക് ശേഷം 1783-ൽ ഹൈദരാലി അള്ളാഹുവിലേക്ക് യാത്രയായതിനു ശേഷം 1783-ലാണ് ഹൈദരാലിയുടെ ഏറ്റവും പൊന്നോമന പുത്രൻ ഫത്തേഹ് അലി ടിപ്പു സുൽത്താൻ ഈ നാട്ടിലേക്ക് വരുന്നത്. ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുമ്പോൾ ഇന്നും എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ ഒരു വറവ്, എന്തുകൊണ്ടാണ് ആളുകൾക്ക് ടിപ്പുവിനെ കുറിച്ച് ഓർമ്മിക്കാനുള്ള ഒരു ധൈര്യം പോലും
ഒരു ധൈര്യത്തെ പോലും ഉണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ ഫത്തേഹ് അലി ടിപ്പു സുൽത്താനാണ് ഇന്നാട്ടിലെ സവർണ ഭൂമികയിൽ ഉൾക്കിടിലങ്ങൾ ഉണ്ടാക്കിയത്. ഇന്നാട്ടിലെ സവർണ ജന്മിത്വത്തിനെതിരെ മുഖത്തു നോക്കിക്കൊണ്ട് രൂക്ഷമായി വിമർശനമുന്നയിച്ച ഒരു കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ അർത്ഥം മനുഷ്യരുടെ സമത്വവും സാഹോദര്യവുമാണെങ്കിൽ അതിനർത്ഥം കൊടുത്ത പോരാളിയുടെ പേരാണ് ഫത്തേഹ് അലി ടിപ്പു സുൽത്താൻ. SIO പറയുന്നത് ഞങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ തമാശ പറഞ്ഞിരിക്കാനുള്ളതല്ല, അത് ഞങ്ങളുടെ രക്തത്തെ ചൂടുപിടിപ്പിക്കുന്ന, അത് ഞങ്ങളുടെ മസ്തിഷ്കത്തെ ചടുലമാക്കുന്ന, അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ വല്ലാതെ ഉൾക്കിടലങ്ങൾ ഉണ്ടാക്കുന്ന ചരിത്രമാണ്. കാരണം അത് ടിപ്പുവിൻ്റെ കൂടി ചരിത്രമാണ്. അങ്ങനെ ഫത്തേഹ് അലി ടിപ്പു സുൽത്താൻ, ആ ടിപ്പു സുൽത്താനെ കൂടി 1792 മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതിന് ശേഷമാണ് ശ്രീരംഗപട്ടണം കരാറിലൂടെ മലബാർ എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടന്റെ കീഴിലേക്ക്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലേക്ക് പൂർണ്ണമായിട്ട് വരുന്നത്. പിന്നീട് 1800 മുതൽ 1900 വരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏകാധിപത്യപരമായ ഭരണമാണ്. അവരുടെ വ്യാപാര അജണ്ടകൾ, അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ 1800 മുതൽ 1900 വരെയാണ്. ഈ മലബാറിന്റെ മണ്ണിൽ അത്തൻ ഗുരിക്കളെ പോലെയുള്ള, ഉണ്ണിമൂസയെ പോലെയുള്ള, ചെമ്പൻ പോക്കരെ പോലെയുള്ള പോരാളികൾ ഈ നാട്ടിൽ പൊരുതി നിന്നത് ആ നൂറ്റാണ്ടിലാണ്. 19ാമത്തെ 1990 വരെയുള്ള കാലത്താണ്. അന്നാണ് 1849 മാപ്പിള ലഹള ആക്ട് ഉണ്ടാക്കുന്നത്. എന്തിനാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ മാപ്പിള പോരാളികളെ തടഞ്ഞു നിർത്താൻ സാധിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 1800 ഈ നാട്ടിൽ ഈ പോരാട്ടത്തിന് ധൃതിവേഗം പകർന്നത്, ആത്മീയമായ ഒരു തലം പകർന്നത്, ഒരു ദിശണ നൽകിയത് നമ്മൾ ഈ നിൽക്കുന്ന മണ്ണിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മമ്പുറത്തെ സയ്യിദുമാരാണ്. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ 1843 വഫാത്താകുന്നത് വരെ, അള്ളാഹുവിലേക്ക് യാത്രയാകുന്നത് വരെ ഈ മമ്പുറത്ത് നിന്നുകൊണ്ട് ഈ ജനതക്ക് നേതൃത്വം കൊടുത്തത് അധിനിവേശത്തിനെതിരെ പൊരുതാനാണ്. മമ്പുറം സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പാരമ്പര്യത്തിൻ്റെ ഇങ്ങേ കണ്ണിയിലാണ് ഞങ്ങളുടെ സ്ഥാനം എന്നാണ് SIO പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മമ്പുറം സയ്യിദ് അലവി തങ്ങളാണ് ഈ നാട്ടിലെ പോരാളികളെ, ഈ നാട്ടിലെ ജനവിഭാഗത്തെ ഒരുമിച്ച് കൂട്ടിയത്. ഈ നാട്ടിൽ ചിരുതക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കീഴാള ജനതക്ക് ആത്മാഭിമാനം പകരുന്ന പോരാട്ടങ്ങൾ കൊടുത്തത് മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു. കാരണം അത് ഒരു കാരണമുണ്ട്. മമ്പുറത്തെ പള്ളിയിൽ നിന്ന് മുഴങ്ങുന്ന അല്ലാഹു അക്ബർ എന്ന ആ തക്ബീർ ധ്വനിയുണ്ടല്ലോ, അതങ്ങ് മക്കയിൽ കഅബാലയത്തിന്റെ മുകളിലേക്ക്, ഇന്ന് മക്കം ആലയത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമ്പോഴാണ് ബിലാലെ ഇന്ന് മക്കം ഫതഹ് പൂർത്തിയാകുന്നതെന്ന് പ്രഖ്യാപിച്ച ആദർശത്തിന്റെ പേരിലാണ് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഈ പള്ളിയിലേക്ക് ഇവിടുത്തെ കീഴാള ജനവിഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്, ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ ഒരുമിച്ച് കൂട്ടിയത്, വിമോചനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. നിങ്ങൾ ഏതെങ്കിലും സവർണ ജന്മിയുടെ മുമ്പിൽ നിങ്ങളുടെ നട്ടെല്ല് വളച്ചു നിൽക്കേണ്ടവരല്ല, നിങ്ങളുടെ ശരീരം കുനിഞ്ഞു നിൽക്കേണ്ടത് ലോകങ്ങളുടെ തമ്പുരാനായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണെന്ന് സയ്യിദ് അലവി തങ്ങൾ ഈ മമ്പുറത്തെ പള്ളിയിൽ നിന്ന് കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇടതുപക്ഷക്കാർ കേരളത്തിന്റെ നവോത്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ പിന്നെ പുരോഗമനത്തെക്കുറിച്ചും പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചരിത്രബോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലജ്ജയും അപമാനവുമാണ് തോന്നേണ്ടത്. കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത് തൃപ്പുണിത്തറയിലെ ഒരു തോറ്റ തങ്കക്കുടത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു പ്രസംഗമല്ലല്ലോ. കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത് ദേശാഭിമാനിയിൽ എഴുതിവിടുന്ന 4 അക്ഷരങ്ങളല്ലല്ലോ. കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം സംഘടനകളെ അഫ്ഗാൻ എന്ന് പറയുന്ന യുദ്ധാനന്തര ഭൂമിയിലെ മിലിറ്റന്റ് ഓർഗനൈസേഷനാണ് കേരളത്തിലെ ഇസ്ലാമിക സംഘടനകളുമെന്ന് യാതൊരു ബൗദ്ധികമായ സത്യസന്ധതയോ മിനിമം ധാർമ്മികതയോ ഇല്ലാതെ എഴുതിവിടുന്നതാണ് കേരളത്തിൻ്റെ നവോത്ഥാനമെന്ന് വിചാരിക്കുന്നവർക്ക് ഇത് കാണാൻ കഴിയില്ല. ഇത് അവരുടെ പ്രശ്നമല്ല, അവരുടെ സിദ്ധാന്തത്തിൻ്റെയും നോട്ടത്തിൻ്റെയും പ്രശ്നമാണ്. ഈ ജനതയെ രൂപപ്പെടുത്തിയത് മമ്പുറം സയ്യിദ് അലവി തങ്ങളാണ്.
അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 1843 മമ്പുറം സയ്യിദ് അലവി തങ്ങൾ അള്ളാഹുവിലേക്ക് യാത്രയായതിനു ശേഷം പിന്നീട് സയ്യിദ് ഫസൽ തങ്ങളാണ്. സയ്യിദ് ഫസൽ തങ്ങളെക്കുറിച്ച് പറയുന്നത് തന്നെ അദ്ദേഹം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ലായിരുന്നു എന്നാണ്. വിൽസൺ ജേക്കബ് എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച ഒരു സ്കോളറുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെ ഈ നാട്ടിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് കരുത്തേകിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ സയ്യിദ് ഫസൽ തങ്ങൾ അവർക്ക് ജയിലിലടക്കാൻ സാധിക്കാതെ നാട് കടത്തിയത്. എന്തുകൊണ്ടാണ്? ജയിലിലാണെങ്കിൽ പോലും മമ്പുറം സയ്യിദ് ഫസൽ തങ്ങളുടെ സാന്നിധ്യം അത് മാപ്പിളമാരുടെ രക്തത്തെ വീണ്ടും ചൂടുപിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങളിലൂടെ, അദ്ദേഹത്തെക്കുറിച്ച് കഥകളിലൂടെ മാപ്പിളമാർ നിരന്തരമായി പോരാട്ടത്തിനിറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് മമ്പുറം സയ്യിദ് ഫസൽ തങ്ങൾ 1852 കൊണോലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ നാടുകടത്തുന്ന കാലം വരെ ഇവിടെ ഉജ്ജ്വലമായി പൊരുതിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 1852 സയ്യിദ് ഫസൽ തങ്ങളെ നാടുകടത്തിയതിന് ശേഷം മലബാറിൽ രൂപപ്പെടുന്ന ഒരു നേതൃപരമായ, ഒരാദർശപരമായ, ഒരാശയപരമായ പ്രതിസന്ധിയുടെ ഒരു ഘട്ടം മമ്പുറം സയ്യിദ് ഫസൽ തങ്ങൾ കൂടി ഇവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഭരണകൂടത്തിനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യരുത് എന്ന ഒരു മതപരമായ വിധി ഉണ്ടാകുന്നത്? കേവലമായ മതപരമായ ഗ്രന്ഥങ്ങൾക്കകത്തു നിന്നുകൊണ്ട് മാത്രമല്ല. 1800 എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഇത്തരത്തിലുള്ള രചനകളോ ആഹ്വാനങ്ങളോ എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാത്തത്? 1800 എന്ന് പറയുന്നത് മലബാറിൻ്റെ ചരിത്രത്തെ എന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ഘട്ടമാണ്. അതുവരെ ഉണ്ടായിരുന്ന അധികാരത്തെക്കുറിച്ച്, പരമാധികാരത്തെക്കുറിച്ച സങ്കല്പങ്ങളിൽ ഘടനാപരമായ മാറ്റം സംഭവിക്കുന്ന ഒരു നൂറ്റാണ്ടാണ് 1800. അന്ന് വരെ ഇവിടുത്തെ അധികാരമെന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാരനൊരു അധികാരമുണ്ടെങ്കിലും ആളുകൾ കൂടിയിരുന്നത് മമ്പുറത്തായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ പണ്ഡിതന്മാരുടെ കീഴിലായിരുന്നു. ഒരിക്കലും ഒരു കേന്ദ്രീകൃതമായ ഭരണത്തെ, അല്ലെങ്കിൽ കേന്ദ്രീകൃതമായ പരമാധികാരത്തെ അനുഭവിക്കാൻ അന്ന് വരെയുള്ള സാമ്രാജ്യങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. 1800കളിലാണ് ബ്രിട്ടീഷ് കൊളോണിയലിസം അവരുടെ സംവിധാനങ്ങളിലൂടെ, പോലീസ് സംവിധാനങ്ങളിലൂടെ, കോടതി സംവിധാനങ്ങളിലൂടെ, ഗവർണർമാരിലൂടെ, മാപ്പിള ഔട്ട്റേജസ് ആക്ട് പോലെയുള്ള നിയമങ്ങളിലൂടെ ഒരു കേന്ദ്രീകൃതമായ ഭരണ സംവിധാനം സ്ഥാപിക്കപ്പെടുന്നത് 1800കളിലാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ദേശരാഷ്ട്രം എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെടുന്നത് അവിടെയാണ്. ദേശരാഷ്ട്രം രൂപപ്പെടുന്നത് കേവലമായ ഒരു രാഷ്ട്രീയ അവസ്ഥ മാത്രമല്ല, അതൊരു മതപരവും ദൈവശാസ്ത്രപരവും വിചാരങ്ങളെക്കുറിച്ചും ഭാവനകളെക്കുറിച്ചും നമ്മുടെ ചിന്തയെയും മസ്തിഷ്കത്തെയും പരിമിതപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സ്ഥാപനം കൂടിയാണ് ഈ ദേശരാഷ്ട്രം എന്ന് പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് 1800കളുടെ അവസാന ഘട്ടങ്ങളിലാണ് ലോയൽ മാപ്പിളമാരുണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഖാൻ ബഹദൂർമാരുണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഈ യുദ്ധം എന്ന് പറയുന്നത് അവിവേകമായി തോന്നുന്ന ആളുകൾ ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് അത് ഈ പാരമ്പര്യത്തിൻ്റെ, ഇസ്ലാമികമായ പാരമ്പര്യത്തിൻ്റെ ഒരു സവിശേഷതയും ഒരു വ്യാവഹാരികതയും ആകുമ്പോൾ തന്നെ അത് രൂപപ്പെട്ട ഒരു രാഷ്ട്രീയപരവും സാമൂഹികവുമായ പശ്ചാത്തലത്തെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. അവിടെ കേന്ദ്രീകൃതമായ ഒരു അധികാര സംവിധാനം ഉണ്ടാകുന്നു. ഒരർത്ഥത്തിൽ അവിടെ ഈ പാരമ്പര്യത്തിൻ്റെ ചടുലതയും, ഈ പാരമ്പര്യത്തിൻ്റെ വിപ്ലവബോധവും, ഈ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയും നിൽക്കണമായിരുന്നു. പക്ഷേ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് അലി ശരീഅത്ത് പറഞ്ഞതുപോലെ കർബല എന്ന് പറയുന്നത്, അവിടെ നിങ്ങൾ നോക്കിയാൽ കാണുക ഒരുപക്ഷെ യസീദ് ജയിച്ചതായിട്ടായിരിക്കാം. പക്ഷേ കർബല അവിടെ വാള് രക്തത്തെയല്ല, രക്തം വാളിനെയാണ് അതിജയിച്ചത്. കർബല വീണ്ടും വീണ്ടും പുനരവതരിക്കുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ച അവിടെ വീണ്ടും സംഭവിക്കുന്നതിൻ്റെ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന 921 മലബാർ സമരം എന്ന് പറയുന്ന സവിശേഷമായ ഒരു രാഷ്ട്രീയപരവും ഒരു ചരിത്രപരവുമായ സംവിധാനം രൂപപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് 921 കേവലമായ അവിവേകമായിട്ട് ആളുകൾ
ആളുകൾക്ക് തോന്നുന്നത് ഈ വിശാലമായ പിന്നിലേക്ക് നീണ്ടു കിടക്കുന്ന ചരിത്രത്തെക്കുറിച്ചുള്ള ചരിത്രബോധമില്ലായ്മയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് 921 ഗാന്ധിയും ഷൗക്കത്ത് അലിയും എന്ന് കോഴിക്കോട് ഖിലാഫത്ത് കടപ്പുറത്ത് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള കേവലമായ ഒരു ഹാലിളക്കമായി ഇതിനെ തോന്നുന്നത് എന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ കൊളോണിയലിസം എന്ന് പറയുന്ന വൈജ്ഞാനികവും രാഷ്ട്രീയപരവും സാംസ്കാരികവുമായ അധിനിവേശ പദ്ധതിയെക്കുറിച്ച് ധാരണക്കുറവുള്ളത് കൊണ്ടാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 921 കേവലമായ ഹാലിളക്കമായി ചുരുക്കി കാണാൻ അവർക്ക് സാധിക്കുന്നത് എന്നാണ്. 921 മലബാർ സമരം രൂപപ്പെടുന്നത് തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അന്നിവിടെ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ട്. അന്നിവിടെ കോൺഗ്രസ് കമ്മിറ്റി കോഴിക്കോട് ഖിലാഫത്ത് കടപ്പുറത്ത് മൗലാന ഷൗക്കത്ത് അലിയും ഗാന്ധിയും കൂടി വന്നിട്ട് പ്രസംഗിച്ചു. ഉജ്ജ്വലമായ പ്രസംഗമായിരുന്നു. പ്രസംഗത്തിന് ശേഷം MP നാരായണ മേനോൻ ഗാന്ധിയെ കാണാൻ പോയി എന്നാണ്. എന്നിട്ട് ഗാന്ധിയെ കാണാൻ പോയിട്ട് ഗാന്ധിയോട് പറഞ്ഞു, നിങ്ങൾ കോൺഗ്രസ്സുകാരോട് യുദ്ധത്തിന് പോകാൻ പറയുന്നത് പോലെ മാപ്പിളമാരോട് യുദ്ധത്തിന് പോകാൻ പറയരുത്. കാരണം കോൺഗ്രസ്സുകാരുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ആ മീറ്റിംഗ് തീരോളമുള്ളൊരു യുദ്ധമാണ്. ഇനി ആ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് അകത്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധമാണ്. മാപ്പിളമാരുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് യുദ്ധം തന്നെയാണ്, നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറയുന്ന വളരെ രസകരമായ ഒരു അധ്യായം MP നാരായണ മേനോനും സഹപ്രവർത്തകരും എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ഇന്ത്യയിലെ ദേശീയ സമരത്തെ ചടുലമാക്കിയത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ ദേശീയ സമരത്തെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെ ചടുലമാക്കിയത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഇത്രയും ജനകീയമായ ബഹുജനാടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാക്കി മൊബിലൈസ് ചെയ്തത് ഖിലാഫത്ത് കമ്മിറ്റിയാണ്. അക്കാലം വരെ MP നാരായണ മേനോൻ തന്നെ പറയുന്നുണ്ട്, അക്കാലം വരെ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ K മാധവൻ നായർക്കും മാതൃഭൂമിയുടെ KP കേശവമേനോനും വക്കീൽ ഓഫീസിൽ വൈകുന്നേരം ചായ കുടിച്ചിരിക്കാനുള്ള ഒരു കമ്മിറ്റിയുടെ പേരായിരുന്നു അക്കാലം വരെ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ളത്. എന്നാൽ മാപ്പിളമാർ വരുന്നതോടുകൂടി അത് ചായ കുടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു ഓഫീസായി, എപ്പോഴും യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഓഫീസായി. അതുകൊണ്ടുകൂടിയാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബ്രിട്ടീഷുകാരുടെ റൂട്ട് മാർച്ച് വരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ ബോർഡ് ഒരു ചങ്ങലയിൽ തൂക്കിയിട്ട ബോർഡായിരുന്നു എന്നാണ്. റൂട്ട് മാർച്ച് ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം, റൂട്ട് മാർച്ച് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ എടുത്തും വെക്കാം. അത്രയും ഫ്ലെക്സിബിളായിരുന്നു കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോർഡ് പോലും എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു സമരത്തെ യഥാർത്ഥത്തിൽ രക്തരൂക്ഷിതമാക്കുന്നതും ഒരു വിപ്ലവത്തിലേക്ക് വഴി തുറന്നു വിടുകയും ചെയ്യുന്നത് ഖിലാഫത്ത് കമ്മിറ്റിയോട് കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതൊരു കർഷക സമരമായിരുന്നോ എന്ന് ചോദിച്ചാൽ കർഷക സമരമല്ല എന്നതിന് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ ഇതിൻ്റെ പാരമ്പര്യപരമായ അടിത്തറകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പൂക്കോട്ടൂർ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന വടക്ക് വീട്ടിൽ മമ്മദ് യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഭാര്യയോട് പറയുന്നുണ്ട്, ഞാൻ ഇനി ഒരുപക്ഷെ തിരിച്ചു വന്നുകൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യയെയും മക്കളെയും ഭാര്യ വീട്ടിലാക്കിക്കൊണ്ട് വടക്ക് വീട്ടിൽ മമ്മദ് വുളൂ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പോയ യുദ്ധമാണ് പൂക്കോട്ടൂർ യുദ്ധം. അതിന് മതത്തിൻ്റെ വേരോട്ടമില്ലെന്ന് പറയുന്നതിനേക്കാൾ അബദ്ധജടിലമായ വാദം മറ്റെന്തുണ്ട്? മതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിനകത്ത് തളച്ചിടപ്പെടേണ്ട ഒന്നാണെന്ന യൂറോപ്പിൻ്റെ നവോത്ഥാന ആശയങ്ങളെ ചുമക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വടക്ക് വീട്ടിൽ മമ്മദ് പോരിന് പോയത് നാളെ നമുക്ക് മഹ്ശറയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അങ്ങനെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഖിലാഫത്തിന് വേണ്ടി പൊരുതിയത് ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പോരാട്ടമാണെന്ന ബോധ്യം ഉൾക്കൊണ്ടത് കൊണ്ട് കൂടിയാണ്. ആലി മുസ്ലിയാർ ഈ പുഴയിലൂടെ തോണി തുഴഞ്ഞു വന്ന് തിരൂരങ്ങാടിയിലെ ദർസിൽ വിദ്യാർത്ഥികൾക്ക് ദർസ് എടുത്തു കൊടുത്തത്, അവരോട് കുരിശ് യുദ്ധത്തിൻ്റെ ഓർമ്മകളെ, കുരിശ് യുദ്ധത്തിനെ കുറിച്ചുള്ള ചരിത്രപാഠങ്ങൾ പകർന്നു നൽകിയത്, പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തത്, കർഷക സമരത്തിൻ്റെ ഒരു ലഘുമാഭിനികളിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അത് മനസ്സിലാകണമെങ്കിൽ ബദറിൽ ആരംഭിക്കുന്ന കർബലയിലൂടെ വികസിക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രബോധമുള്ള ഒരു ജനതയാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന ഒരു മതപാഠത്തിൻ്റെ കൂടി അകമ്പടി അതിന് വേണ്ടിവരും എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, മഗർ തും കോൻ ഹേ എന്ന ചോദ്യത്തിന്, നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന്, നിങ്ങളുടെ മുമ്പേ നടന്ന അലി മുസ്ലിയാരുടെ വാരിയംകുന്നത്തെ വടക്ക് വീട്ടിൽ മമ്മദ്
അതിൻ്റെ മാളുഹജ്ജുമ്മയുടെ പാരമ്പര്യത്തിൻ്റെ പാടുകൾ നെഞ്ചത്ത് ഏറ്റുവാങ്ങിയവരാണ് നിങ്ങളെങ്കിൽ ആ ഇസ്സത്തിനെ തലയിലേറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ ഉടലിന് മുകളിൽ ഒരു തലയുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ തലക്കൊരു ഇസ്സത്തുണ്ടാകുമ്പോൾ മാത്രമേ 921 ഇസ്സത്തിനെ കുറിച്ച് പറയാനും പ്രതിനിധാനം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. RSS എന്ന് പറയുന്ന സംഘപരിവാരം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത് 921 ഈ യുദ്ധം, മലബാർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ മദൻ മോഹൻ മാളവിയെ പോലെയുള്ള അന്ന് സംഘപരിവാർ RSS രൂപപ്പെടുന്നതിന് മുമ്പിൽ ഹിന്ദു റിഫോർമേഷൻ മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഹിന്ദു റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റുകളായിരുന്നു RSSൻ്റെ മുൻരൂപങ്ങൾ എന്ന് പറയുന്നത്. അന്ന് തന്നെ മലബാറിൽ നായർ വിരുദ്ധ കൂട്ടക്കൊല നടക്കുകയാണെന്നും ഹിന്ദു വിരുദ്ധ കൂട്ടക്കൊല നടക്കുകയാണെന്നും അവിടെ എഴുതി വെച്ചതിനെക്കുറിച്ച് ക്രിസ്റ്റഫർ ജാഫർലോട്ട് എന്ന് പറയുന്ന ഹിന്ദുത്വയെക്കുറിച്ച് പഠിച്ച ഒരു അക്കാഡമീഷ്യൻ പറയുന്നുണ്ട്. അന്ന് തന്നെയാണ് കെ മാധവൻ നായർ ഇവിടെ നിന്ന് റിപ്പോർട്ട് എഴുതി കൊടുത്ത് ഗാന്ധിയും ഇതിനെ തള്ളിപ്പറയുന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിം ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിം ക്വസ്റ്റ്യനെ ഏറ്റെടുക്കാനുള്ള ധൈര്യവും തൻ്റെ ഇടവും നീതിബോധവും ഇല്ലായ്മയാണ്. എന്തുകൊണ്ടാണ് വാസവന് പാലായിൽ അരമനയിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ പാലായിലെ ബിഷപ്പിന് എന്തുകൊണ്ടാണ് ഇത്ര സമയം വരെ മാപ്പ് പറയാൻ തോന്നാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിം ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് ആസാമിലെ മുസ്ലിം ജനവിഭാഗം അടിച്ചു കൊല്ലപ്പെടുമ്പോൾ രാജകുമാരൻ എന്ന് തലക്കെട്ടെഴുതി വെക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പോലും പ്രസ്താവന ഇറക്കാൻ തോന്നാത്തതെന്ന് ചോദിച്ചാൽ മുസ്ലിം ക്വസ്റ്റ്യൻ ഏറ്റെടുത്താൽ പൊള്ളുമെന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ സംവിധാനങ്ങൾ ശക്തിപ്പെടണമെന്ന് പറയുന്നവർക്ക് ത്രിപുരയിലെ മുസ്ലിമിൻ്റെ ചോരയും കണ്ണീരും കാണാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിം ക്വസ്റ്റ്യനാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ മുസ്ലിം ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വർഗീയത പറയുകയാണ് എന്ന് ചോദിക്കുന്നവരോട് ഈ രാജ്യത്തെ മൗലികവും നീതിപരവും ഏറ്റവും നിർണായകവുമായ മുസ്ലിം ക്വസ്റ്റ്യനെ ഏറ്റെടുക്കാൻ തൻ്റെ ഇടമില്ലാതെ നീതിയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സംസാരിക്കാൻ തന്നെ നിങ്ങൾക്ക് അർഹതയില്ല എന്നാണ്. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഘടനാപരമായ മുസ്ലിം വിരുദ്ധ വംശീയതയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന കാലത്ത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിം ക്വസ്റ്റ്യനാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് പോലെ ഈ രാജ്യത്തിൻ്റെ പ്രശ്നം കീഴാള പ്രശ്നമല്ല. ഇഹ്സാൻ ജാഫരി ഗുജറാത്തിൽ കുലീനനാണ്, കോൺഗ്രസിൻ്റെ MP ആണ്, ചുട്ടുകൊല്ലപ്പെട്ടു. കാരണമൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം മുസ്ലിമാണ് എന്നതാണ്. ആസാമിലെ സാധുവായ മനുഷ്യൻ അടിച്ചു കൊല്ലപ്പെട്ടു, കാരണമൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, മുസ്ലിമാണ് എന്നതുകൊണ്ടാണ്. കൊടിഞ്ഞിയിലെ ഷഹീദ് ഫൈസലിനെ അറുകൊല ചെയ്തതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്റ്റേജ് കെട്ടിക്കൊണ്ട് പ്രസംഗിച്ചു, മതമൗലികവാദികൾ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പ്രസംഗിച്ചു. എന്തുകൊണ്ടാണ്? മുസ്ലിം ക്വസ്റ്റ്യൻ ഏറ്റെടുക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. ഈ രാജ്യത്തെ നിർണായകമായ പൊസിഷൻ, ക്രിട്ടിക്കൽ പൊസിഷൻ മുസ്ലിമാണ്. ഈ രാജ്യത്തെ ഏറ്റവും നിർണായകമായ ക്വസ്റ്റ്യൻ, പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ മുസ്ലിം ക്വസ്റ്റ്യനാണ്. ഇത് ഏറ്റെടുക്കുന്ന കാലത്ത് നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടുകൂടി പറയാൻ കഴിയും ഇത് 921 പാരമ്പര്യമാണെന്ന്. 921 ഏറ്റെടുക്കുന്ന കാലത്ത് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും മുസ്ലിം എന്ന ഇമേജ് നിർമ്മിക്കുന്നിടത്ത് കൊളോണിയലിസം നിർവഹിച്ച പങ്കുണ്ട് ഫനാറ്റിക് മാപ്പിള. എന്തുകൊണ്ടാണ് പാലായിലെ ബിഷപ്പ് അവർ നാർക്കോട്ടിക് ജിഹാദ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞത്? നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ ലഹരി അടക്കടിച്ച് കെട്ടിയിട്ട് ഇവർ ജിഹാദ് ചെയ്യുന്ന, എന്തു ചെയ്യും? ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ്. എന്താണ്? ഡിഫൈൻ ആൻഡ് റൂളാണ്. ഇവരിന്നതാണെന്ന് പറഞ്ഞിട്ട് അവരെ ഭരിക്കുന്ന ഒരു കൊളോണിയൽ യുക്തിയാണ്. ആ ഫനാറ്റിക് എന്ന യുക്തിരഹിതമായി ഹിംസ ചെയ്യുന്നവൻ എന്ന അതേ ഭാഷയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പാലായിലെ ബിഷപ്പും പറഞ്ഞത്. ഇതെവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവർക്ക് രാഷ്ട്രീയത്തിൽ ഇവരുടെ രാഷ്ട്രീയം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യാൻ കഴിയില്ല. ഇവർ നടുറോട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ തന്നെ തീവ്രവാദമാണെന്ന് പറയുന്ന ഇടതുപക്ഷം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കൊളോണിയലിസത്തിൻ്റെ ആഖ്യാനങ്ങളുടെ പുനരുൽപാദനമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ മുസ്ലിം എന്ന് പറയുന്ന സബ്ജക്റ്റിനോട്, മുസ്ലിം എന്ന് പറയുന്ന രാഷ്ട്രീയ കർത്തൃത്വത്തോട് നിരന്തരമായി തീവ്രവാദി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? സാധാരണഗതിയിൽ ഒരാൾ ആധുനിക ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് അംഗീകരിക്കേണ്ടതാണ്. പക്ഷെ ഇവർ പങ്കെടുത്താലും വോട്ട് ചെയ്താലും മത്സരിച്ചാലും ഒക്കെ ഇവർ മറച്ചു പിടിക്കുകയാണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിം എന്ന ഇമേജിനോട് കൊളോണിയലിസം ഉൽപ്പാദിപ്പിച്ച ഫനാറ്റിക് മാപ്പിള എന്ന് പറയുന്ന ഒരു ഇമേജാണ്.
ആ ഇമേജിനെ പിന്നീട് വികസിപ്പിക്കുകയാണ് വാർ ഓൺ ടെററിലൂടെ അമേരിക്ക ചെയ്തത്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൊളോണിയലിസം ഉൽപ്പാദിപ്പിച്ച ആഖ്യാനങ്ങളുടെ പുനരുൽപാദനമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ രാജ്യത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ക്വസ്റ്റ്യൻ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ കൊളോണിയലിസത്തിനെ, ആ കൊളോണിയലിസത്തിന്റെ ശേഷിപ്പുകളെ, അവശിഷ്ടങ്ങളെ കൂടി ഞങ്ങളിൽ നിന്ന് വിച്ഛേദിക്കുക എന്നാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ഈ സമാപന പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഈ സമരമെന്ന് പറയുന്നത് ജയിച്ചു കഴിഞ്ഞ ഒരു സമരമല്ല, ജയിച്ചുകൊണ്ടേയിരിക്കുന്ന സമരമാണ്. 100 വർഷങ്ങൾക്കിപ്പുറവും നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടി ഇരുത്താൻ ഈ സമരത്തിന് സാധിക്കുന്നുവെങ്കിൽ അതാണ് ഈ സമരത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഇന്നും നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ആലി മുസ്ലിയാർ ആ പുഴയിലൂടെ തോണി തുഴഞ്ഞു വരുന്നുണ്ട്. ഇന്നും നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇന്നും നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, മമ്പുറം സയ്യിദന്മാരുടെ ഒരു ആത്മീയ പ്രഭാവം ഈ മണ്ണിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. അത് കാണാൻ കരുത്താർജിക്കുന്ന കാലത്തെ നിങ്ങൾക്ക് 921 ഇസ്സത്തിനെ കുറിച്ച് തിരിച്ചറിയാനും പറയാനും സാധിക്കുകയുള്ളൂ. അള്ളാഹു അതിനുള്ള കരുത്ത് നമുക്ക് നൽകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.